മക്കളെ, ഇന്ന് നമുക്ക് ഹം ജബ് ധീരെ ചൽത്തേ ഹേ എന്ന യാത്രാ വിവരണത്തിൻ്റെ സമ്മറി നോക്കാം. ഇതൊരു ചലിക്കുന്ന തിയേറ്ററാണ്. അതായത് എല്ലാ കലാകാരന്മാരും ചേർന്നിട്ട് നടത്തുന്ന ഒരു നടക്കുന്ന, അതായത് സഞ്ചരിക്കുന്ന തിയേറ്റർ. എല്ലാ കലാപരിപാടികളുമായിട്ട് അവരങ്ങനെ നടന്നു പോവുകയാണ്. പോകുന്ന വഴികളിൽ, ഗ്രാമങ്ങളിലൊക്കെ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അപ്പോൾ നോക്കാം നമുക്ക്. ഒരു ദിവസം ലേഖകൻ മെട്രോയിൽ സ്കെച്ചിങ് ചെയ്തുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു. ആ സമയത്ത് ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരും. ആ പെൺകുട്ടിയുടെ പേര് ലുവാന എന്നായിരുന്നു. ആ പെൺകുട്ടി അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹം ചിത്രം വരയ്ക്കുന്നതൊക്കെ അങ്ങനെ നോക്കി നിൽക്കും. വളരെ മനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്നു. അത് ലുവാനയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. ലുവാന എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിനോട് പറയുന്നു, അവളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ലുവാന അവളുടെ ഫ്രണ്ടായിട്ടുള്ള മാനുവലിനെയും കൂട്ടിയിട്ട് ലേഖകനെ കാണാൻ വേണ്ടി വരുന്നു. എന്നിട്ട് ലേഖകനോട് അവരുടെ തിയേറ്ററായിട്ടുള്ള കലാ തിയേറ്ററോ എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റലിയിലെ ഫ്രൂലി എന്ന് പറഞ്ഞിട്ടുള്ള ദേശത്താണ് അവരത് തുടങ്ങാൻ പോകുന്നത്. ആ സഞ്ചരിക്കുന്ന തിയേറ്ററിലേക്ക് ഉള്ള ഒരംഗമാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. അവിടെയുള്ള ചിത്രകാരനായിട്ടാണ് ക്ഷണിച്ചത്. അവരുടെ ആ തിയേറ്ററിൽ ചിത്രകാരന്മാരും സംഗീതകാരന്മാർ, ഡാൻസർ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ, അങ്ങനെയുള്ള എല്ലാവരെയും ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചിത്രകാരനായിട്ട് നമ്മുടെ ലേഖകനെ ക്ഷണിക്കാനാണ് ലുവാന ആരുമായിട്ട് വന്നത്? മാനുവലുമായിട്ട് അവിടേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ലേഖകന് ഒരേ ഒരു മറുപടി മാത്രമേ പറയാനുണ്ടായിരുന്നു. അതെ, ഞാൻ വരാം എന്നൊരു മറുപടി മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു സ്കെച്ചിങ് അല്ലേ. അങ്ങനെ അദ്ദേഹം അവരുടെ കൂടെ കൂടുന്നു. അവർ യാത്ര തുടങ്ങുന്നു. അവർ യാത്ര തുടങ്ങുന്ന സമയത്ത് അവരുടെ കൂടെ ഒരു കഴുതയുണ്ടായിരുന്നു, ഗദ. ആ കഴുതയാണ് അവർക്ക് വഴി കാട്ടിയുടെ മുമ്പിലുണ്ടായിരുന്നത്. അതിൻ്റെ പുറത്ത് സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിയാണ് അവർ യാത്ര നടത്തിയിരുന്നത്. അങ്ങനെ അവരൊരു തീരുമാനമെടുത്തു. വഴിയിൽ എവിടെയാണോ ഫിയാക്കോ നിൽക്കുന്നത് അവിടെ നമുക്ക് വിശ്രമിക്കാം. കാരണം ഫിയാക്കോ ഒരു മൃഗമാണ് അല്ലേ. ഫിയാക്കോനോട് നമുക്കിനി ഇവിടെ വിശ്രമിക്കാം എന്ന് പറഞ്ഞാൽ ഫിയാക്കോയ്ക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഫിയാക്കോ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് വിശ്രമ സ്ഥലമാക്കാം എന്നൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ യാത്ര തുടരുകയാണ്. കുറച്ച് ദൂരം ചെന്നതിന് ശേഷം ഫിയാക്കോ നിൽക്കുന്നു. എന്തായിരുന്നു കാരണം? അവിടെ കുറച്ച് മുമ്പിലായിട്ട് ഒരു നദി രാസ്ത മുറിച്ച് കടക്കാനുണ്ടായിരുന്നു. അത് ഫിയാക്കോയ്ക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാവാം ഫിയാക്കോ അവിടെ നിന്നത്. ആ സമയത്ത് എല്ലാവരും വിശ്രമിക്കുന്നു. കുറച്ച് പേര് വിശ്രമിക്കുകയും കുറച്ച് പേര് ഫ്രൂട്ട്സ് കഴിക്കുകയൊക്കെ ചെയ്തു. 3/4 മണിക്കൂറായിട്ടും ഫിയാക്കോ അവിടെ നിന്ന് അനങ്ങുന്നില്ല. അപ്പോൾ ക്രിസ്റ്റീന എന്ത് ചെയ്തു? ക്രിസ്റ്റീന അവന് ഗോതമ്പ് കതിരുകൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ പതുക്കെ പതുക്കെ ഫിയാക്കോ മുമ്പോട്ടേക്ക് നടന്ന് ആ സടക്ക് ക്രോസ് ചെയ്തു. അതിനിടയ്ക്ക് കത്രീന ഗോതമ്പ് വയലിൽ പോയിട്ട് ഗാനം ആലപിച്ചു. കുറച്ച് പേര് അവിടെ നിന്ന് ഗോതമ്പ് കതിരുകളൊക്കെ പറിച്ചെടുത്തു. അവരുടെ കയ്യിൽ തല കീഴായി പിടിച്ച ഗോതമ്പ് കതിരുകൾ കണ്ടപ്പോൾ ലേഖകന് അതിൻ്റെ വേരുകൾ പൂക്കളെ പോലെ തോന്നി. ലേഖകൻ അതിൻ്റെ ചിത്രം വരച്ചു. അങ്ങനെ അവരങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള ആദാ ഫ്രഞ്ചും ആദാ ഇറ്റാലിയനുമായിട്ടുള്ള ഒരു കലാകാരനെയാണ്. വളരെ മനോഹരമായിട്ട് ഗാനം ആലപിക്കുന്ന മാത്യു അവരുടെ കൂട്ടത്തിൽ പ്രായത്തിൽ കുറവായിരുന്നു. ചെറിയ പ്രായമുള്ള ആളായിരുന്നു മാത്യു. അവനെ എല്ലാവരും കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. അവൻ സംഗീതം ആലപിക്കുമ്പോൾ എല്ലാവരും സ്തബ്ധരായി പോകും. അത്രയ്ക്കും ആകൃഷ്ടമായിട്ടാണ് അവൻ സംഗീതം ആലപിച്ചിരുന്നത്. അക്കാർഡിയൻ ഉപയോഗിച്ചാണ് അവൻ സംഗീതം ആലപിച്ചിരുന്നത്. ഒരു ദിവസം അവരങ്ങനെ അവരിങ്ങനെ ആ പ്രദേശത്തു കൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ വരാൻ കഴിയുകയില്ല, എനിക്ക് നടക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യം അറിയിച്ചു. അപ്പോൾ മാത്യു പറയും, അത് കേട്ടപ്പോൾ മാത്യുവിന് വളരെയധികം സങ്കടമാവും. അപ്പോൾ അവന് ആ ഒരു ദയ തോന്നും ആ സ്ത്രീയോട്. അപ്പം മാത്യു പറയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ തന്നെ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാത്യു അവിടെ പെർഫോം ചെയ്യുന്നു. ആ സ്ത്രീ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ ജൈത്തൂൻ പേട് എന്ന് പറഞ്ഞാൽ ഒലിവ് മരത്തിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് ലേഖകൻ ഇങ്ങനെ ചിത്രം വരയ്ക്കുകയായിരുന്നു. അവിടെ തന്നെയായിരുന്നു അവരുടെ പെർഫോമൻസിൻ്റെ സ്റ്റേജും ഉണ്ടായിരുന്നത്.
ലേഖൻ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന പള്ളികളെല്ലാം തല കീഴായിട്ട് വരച്ചു, ഒരു പേന പോലെ വരച്ചു. കത്രീന അതിനിടയ്ക്ക് പാടി പാടി കരയാൻ തുടങ്ങി. ഈ സമയം ആ സമയത്ത് ജൈത്തൂനിൻ്റെ, അതായത് ആ ഞാവൽ മരത്തിൻ്റെ ഇലകൾ സ്കെച്ച് ബുക്കിലേക്ക് കണ്ണുനീര് പോലെ പൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ലേഖൻ അവിടെ അങ്ങനെ സ്കെച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കഴിഞ്ഞ ദിവസത്തെ അവരുടെ പെർഫോമൻസ് അത്ര വലിയ ഗുണകരമായിരുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നില്ല പെർഫോമൻസ്. പിറ്റേ ദിവസം അവർ പെർഫോം ചെയ്യുന്ന സമയത്ത് കുർദിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള അസ്തിയും അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള മെഹന്തിയും വളരെ മനോഹരമായിട്ട് ഗാനം ആലപിച്ചു. അത് കേട്ട് എല്ലാവർക്കും സന്തോഷമാവുകയും അവരോടൊപ്പം എല്ലാവരും എന്താ പറയുക, എൻജോയ് ചെയ്തു, നൃത്തം ചെയ്യാനൊക്കെ തുടങ്ങി. അചാനക് ലഗ ജൈസെ ഹം കിസി ധാഗെ സെ ബന്ധേ ഹുയേ ഹെ. പെട്ടെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങുകയാണ് അവരെല്ലാവരും ഒരേ ചരടിൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് അവർക്ക് തോന്നുന്നു. അങ്ങനെ അവരുടെ അവസാനത്തെ പെർഫോമൻസ് കാർഡോവാഡോ എന്ന പേരായിട്ടുള്ള ഒരു കമ്മ്യൂണിലെ കോട്ടയിലായിരുന്നു. അവിടെ പോയിട്ട് അവരിങ്ങനെ ഫിയാക്കോയുടെ യഥാർത്ഥ മാലികിൻ്റെ പേര് എൽഫി എന്നാണ് എന്ന കാര്യം ലേഖൻ അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ആ എൽഫി മരിച്ചതിന് ശേഷമാണ് ഈ ഫിയാക്കോയുടെ ഉത്തരവാദിത്തം ഏലിയയ്ക്ക് ലഭിക്കുന്നത്. ഈ ഫിയാക്കോയെ എൽഫിക്ക് വളരെ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയിലാണ് കിട്ടിയത്. അതിൻ്റെ ശരീരത്തിൽ വളരെയധികം മോശമായിട്ടുള്ളൊരവസ്ഥ, അതായത് അസുഖമോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ അങ്ങനെ എന്തോ ആയിട്ട് വളരെയധികം മോശമായിട്ടുള്ള, ശാരീരികമായിട്ട് വളരെ മോശമായൊരവസ്ഥയിലാണ് അതിനെ ആർക്ക് കിട്ടുന്നത്, പിന്നെ എൽഫിക്ക് കിട്ടുന്നത്. എന്നിട്ട് എൽഫി അതിനെ ഫിയാക്കോയെ വളരെയധികം നന്നായിട്ട് ശുശ്രൂഷിക്കുകയും ആരോഗ്യവാനാക്കി മാറ്റുകയുമാണ് ചെയ്തത്. ഈ എൽഫി മരിച്ചതിന് ശേഷമാണ് ഏലിയയ്ക്ക് ആ ഫിയാക്കോയുടെ ഉത്തരവാദിത്തം കിട്ടുന്നത്. അങ്ങനെ അങ്ങനെയുള്ളൊരു പുതിയ കാര്യം കൂടെ അവർക്ക് അവിടെ എത്തിയപ്പോൾ അറിയാൻ സാധിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് അവരെല്ലാവരും ഒരു പൂന്തോട്ടത്തിലേക്ക് എല്ലാവരും പോവുകയാണ്. ആ പൂന്തോട്ടത്തിൻ്റെ ഇടയിലായിട്ട് ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിന് ലേഖകന് വലിയ പ്രത്യേകതയൊന്നും ആദ്യം തോന്നിയില്ല. എന്താണ് ഇപ്പോൾ ഒരു നടുക്കുള്ളൊരു മരം, അതിന് വലിയ പ്രത്യേകതയൊന്നും ലേഖകന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ലേഖകൻ അതിൻ്റെ ചിത്രം വരച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷമാണ് ലേഖകന് ഇങ്ങനെ ഒരു അറിവ് ലഭിച്ചത്. ആ മരം എൽഫിയുടെ ഓർമ്മയ്ക്കായിട്ട് ആ സ്ഥലത്തിൻ്റെ ഉടമ തന്നെ എൽഫിയുടെ ഓർമ്മയ്ക്കായിട്ട് അവിടെ നട്ടതാണ് ആ മരം എന്ന അറിവ് ലേഖകന് ലഭിക്കുന്നു. അതറിഞ്ഞപ്പോൾ ലേഖകൻ ആ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു. ആ മരത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ഫിയാക്കോനെ നമ്മുടെ മരിച്ചുപോയ എൽഫി വളരെയധികം നന്നായി ശുശ്രൂഷിച്ച് ആരോഗ്യവാനാക്കിയിട്ട് ഇപ്പം അതിന് 14 വയസ്സായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫിയാക്കോയ്ക്ക് 14 വയസ്സായി. ആ ഫിയാക്കോനെ നോക്കി വളർത്തിയിരുന്ന എൽഫിയുടെ ഓർമ്മയ്ക്ക് നട്ടിട്ടുള്ള മരം കണ്ടപ്പോൾ ലേഖകന് അത് ഇന്ന കാരണത്താൽ നട്ടതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ലേഖകൻ അതിൻ്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഫിയാക്കോ ആ മരത്തിൻ്റെ താഴേക്ക്, ആ മരത്തിൻ്റെ ചോട്ടിലായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അത് കണ്ടപ്പോൾ ലേഖകൻ എന്ത് ചെയ്തു, ഫിയാക്കോയോടും കൂടെ കൂട്ടിയിട്ട് ആ ചിത്രം വരച്ചു. കണ്ടോ, ഫിയാക്കോയോട് അത് താഴെ നിൽക്കുന്നതായിട്ട് ആ മരവും രണ്ടും കൂടെ കൂട്ടിയിട്ട് ചിത്രം വരയ്ക്കുകയും മനോഹരമായി വരച്ചു. അപ്പോഴാണ് അതിൻ്റെ ഇല വരച്ചിട്ടില്ല. ഇല വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തപ്പോൾ ലേഖകൻ്റെ ആ പെയിൻറ്റിങ് ബുക്ക്, ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് അങ്ങനെ തുറന്നു വെച്ചു. മഴത്തുള്ളികൾ അതിലേക്ക് വീണു. മഴത്തുള്ളികൾ വീണപ്പോൾ അതിൽ ആ ഇലകളുടെ സ്ഥാനത്തൊക്കെ ഇല പോലെ ഇങ്ങനെ പെയിൻറ് ഇളകിയിട്ടുള്ള അടയാളങ്ങളുണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ മരത്തിന് ഇല വരച്ചില്ല, പ്രകൃതിയായിട്ട് തന്നെ നൽകിയ ഇലയാണ് അതിൻ്റെ ഇലകളായിട്ട് ഉണ്ടായിരുന്നത്. അത് വല്ലാത്തൊരു അത്ഭുതകരമായിട്ടുള്ള നിമിഷമായിട്ട് ലേഖകന് തോന്നുന്നു. വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം. ആ മരം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ മഴ പെയ്യുകയും അതിൻ്റെ ഇലകൾ, ആ മഴത്തുള്ളികൾ തന്നെ ഇലകളായിട്ട് നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ അത് ലേഖകന് വളരെയധികം ഒരു അത്ഭുതകരമായിട്ടുള്ള നിമിഷമായിട്ട് തോന്നുന്നു. ഇത്രയാണ് നമ്മുടെ ഈ യാത്രാ വിവരണമുള്ളത്. എല്ലാവരും നന്നായിട്ട് ബുക്ക് നന്നായിട്ട് മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് വായിച്ച് പഠിക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.